ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഷാനവാസ് നെവിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു വൈറലായിട്ടുള്ള പരാമർശം ഉണ്ടല്ലോ, ആ ഒരു പരാമർശത്തെ കുറിച്ചിട്ട് ഇനി വരുന്ന വീക്കെൻഡിൽ ഒരു വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഷാനവാസിനെ തന്നെ അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം, നല്ല ബോധ്യമുണ്ട്. അതായത് അതേക്കുറിച്ചിട്ട് അനീഷും ഷാനവാസും കൂടി തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അനീഷ് എന്നെ പറയുന്നുണ്ട് ഷാനവാസിനോട്, ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കും, എനിക്കത് ഓർമ്മിച്ചിട്ട് തന്നെ പേടിയാവുന്നു എന്ന് അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്. അത് പറയാനുള്ള കാരണം ആ അനുമോളുടെ വിഷയം വന്നപ്പോൾ തന്നെ ലാലേട്ടൻ നിങ്ങൾക്ക് നാണമില്ലേ ഇവിടെ നിൽക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ജിസൈലിന്റെയും ആര്യന്റെയും ആ ഒരു സംഭവം തന്നെ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് മാത്രമല്ല, ആദില നൂറയെ പറ്റിയിട്ട് നമ്മുടെ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞപ്പോൾ, ലക്ഷ്മി പറഞ്ഞ അത് അത്ര നല്ല കാര്യമൊന്നുമല്ല, വളരെ മോശമായിട്ടുള്ള ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെയും അദ്ദേഹം വളരെയധികം ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ഷോയിൽ നിന്നും ഇറങ്ങി പൊയ്ക്കൂടെ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നെവിനെ കുറിച്ചിട്ട് ഷാനവാസ് പറഞ്ഞ അത് വെറും ആരോപണമായിട്ട് ഇനി ലാലേട്ടൻ വരുന്ന സമയത്ത് പറയുമോ എന്നൊന്നും അറിയില്ല. മിക്കവാറും ഷാനവാസ് പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഷാനവാസിന് തന്നെ തിരിച്ചടി ആവാനാണ് ചാൻസ്. ഷാനവാസ് ഒരിക്കലും കള്ളം പറഞ്ഞു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായ നമ്മുടെ പ്രവീൺ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. അതായത് മറ്റൊന്നുമല്ല, എല്ലാവരോടും ഒരു വല്ലാത്ത അടുപ്പം വച്ച് പുലർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഓവറായിട്ട് മറ്റുള്ളവരെയായിട്ട് അടുത്ത് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നെവിനെന്നും, ഈ പുള്ളിക്കാരനോടും ആദ്യ സമയത്തൊക്കെ അവർ ഒരുമിച്ചിരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ ഈ പറയുന്ന പ്രവീണിന് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടായി. അതങ്ങനെ തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് പതുക്കെ പ്രവീണിന് മനസ്സിലായി ഇത് ഇയാളുടെ സ്വഭാവം മാത്രമാണ്, അല്ലാതെ സ്വഭാവ വൈകല്യമല്ല എന്ന് പ്രവീണിന് മനസ്സിലായി എന്നാണ് പ്രവീൺ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിനു മുമ്പ് അഭിലാഷിനും അങ്ങനെ ഫീൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിലാഷിനും ഈ പുള്ളിക്കാരൻ്റെ ആ ഒരു രീതിയിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ പറഞ്ഞു സോൾവായി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഷാനവാസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഷാനവാസും ഈ പുള്ളിക്കാരനുമാണ് ഒരുമിച്ച് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ നെവിൻ്റെ ഭാഗത്ത് നിന്നും അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള എന്താണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നില്ല, എന്തോ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ നമ്മുടെ ആദിലയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദിലയും പറയുന്നുണ്ട്, നേരത്തെ അത് എന്നോട് ഈ പറയുന്ന നെവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആദിലയും തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പലരും അത് വെറുതെയാണെന്ന് പറയുന്ന ആളുകളും ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും ഷാനവാസ് കള്ളം പറഞ്ഞതാണെന്ന് തോന്നേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും നെവിനെ പറ്റിയിട്ട് അങ്ങനെ തോന്നേണ്ട കാര്യം എന്താണ്, അല്ലേ? ശരിക്കും നെവിൻ ഓവറായിട്ട് ക്യൂട്ട്നെസ് വാരി വിതറാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഈ പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവമാണെങ്കിൽ പോലും, ഇപ്പോൾ എൻ്റെ ഒരു സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നെങ്കിൽ ശരിക്കും അത് സ്വഭാവമല്ല, സ്വഭാവ വൈകല്യം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ വളരെയധികം മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ക്യൂട്ട്നെസ് ആയിട്ടും. അപ്പോൾ ഈ നെവിൻ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ തീർച്ചയായും അതൊരു നല്ല പ്രവൃത്തി ആയിരിക്കില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നതെങ്കിലും മറ്റൊരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരാൾ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ, അതെനിക്ക് ആ ഒരു ടച്ചിങ്സ് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനല്ല, അത് ഓപ്പോസിറ്റ് ടച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഈ ഒരു വിഷയത്തെ നമ്മുടെ ഷാനവാസ് നെവിനോട് സംസാരിച്ചു. പിന്നീട് ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരനെ നന്നായിട്ട് വിലക്കി. പിന്നെ ആ ഒരു വിഷയം ഇല്ലാതിരിക്കുകയായിരുന്നു.
അവർ തമ്മിൽ പിന്നീട് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ഒരുമിച്ചുള്ള ആ കിടത്തെ ഇരുത്തേക്ക് അങ്ങ് മതിയാക്കി. അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്ന സമയത്താണ് ഇവർ തമ്മിൽ വലിയൊരു വിഷയം ഉണ്ടാവുന്നത്. അതായത് ഭക്ഷണത്തിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയത്ത് മല്ലിയില ആരും കാണാതെ എല്ലാം കട്ടുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് നെവിന്, പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും. അപ്പോൾ ഈ പുള്ളിക്കാരൻ മല്ലിയില മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഷാനവാസ് ഇടപെട്ടു, സംസാരിച്ചു, വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ വലിയ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പിന്നെ അത് ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്കാണ് ഷാനവാസ് ഈ ഒരു കാര്യം തുറന്നു പറയുന്നത്, ജനങ്ങൾ കേൾക്കെ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം. ശരിക്കും അത് ഷാനവാസ് ചെയ്യേണ്ടിയിരുന്നില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം നെവിൻ കാണിച്ചു, നെവിനോട് പറഞ്ഞു വിലക്കി, പിന്നെ ഒരു പ്രശ്നം ഇല്ലാതെ പോകുന്നൊരു വിഷയം പിന്നീട് എപ്പോഴെങ്കിലും ഒരു വഴക്കുണ്ടാവുമ്പോൾ അത് തുറന്നു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഈ ഒരു വിഷയത്തെ തുറന്നു കാട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അത് നെവിൻ അതിനെ ഒരുപാട് എതിർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ആദില നൂറ പറയുന്നുണ്ട്, ആദിലയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആദില പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ആദില ഈ പുള്ളിക്കാരനെ നെവിനെ നോമിനേഷനിൽ വന്നിട്ട് നോമിനേറ്റ് ചെയ്ത് കളയുക വരെ ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അനീഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അനീഷ് പറയുന്നതെന്ന് വെച്ചാൽ ലാലേട്ടൻ വരുന്ന ദിവസത്തെക്കുറിച്ച് വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അനീഷിന് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുകയാണ്, എനിക്കങ്ങനൊന്നുമില്ല, ലാലേട്ടൻ ചോദിച്ചാലും ആര് ചോദിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ നടന്ന കാര്യം അതുപോലെ പറയുക തന്നെ ചെയ്യും, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്ന് വളരെ ദൃഢതയോടുകൂടി ഷാനവാസ് പറയുകയാണ്. ശരിക്കും ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ്. അനുമോളോട് ഏത് സമയം കരഞ്ഞുകൊണ്ട് നടക്കുന്ന അനുമോള് നമ്മൾ നോക്കുമ്പോൾ പുറമേ കരഞ്ഞുകൊണ്ട് നടക്കുന്നു, പക്ഷെ അവർ വളരെ ബോൾഡാണ്. ലാലേട്ടന് ഈ കാര്യം അവരോട് ചോദിക്കുന്ന സമയത്ത് അനുമോളുടെ ആ ഒരു വാക്കുകളിൽ തന്നെ ഉറച്ചു നിന്നു. ബിഗ് ബോസ് കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടു, ബിഗ് ബോസ് എന്തുകൊണ്ട് കണ്ടില്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു എന്നിങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അനുമോള് പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം ഈ പറയുന്ന പുള്ളിക്കാരൻ ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഷാനവാസ് അതിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കും. പിന്നീട് ലക്ഷ്മിയോടൊക്കെ പറഞ്ഞതുപോലെ ഇറങ്ങി ഓടാനോ ഇറങ്ങി പോവാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റില്ല. പുള്ളിക്കാരൻ ക്വിറ്റ് ചെയ്ത് പോവാൻ വരെ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ്. പുള്ളിക്കാരന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അല്ലാതെ തന്നെ എപ്പോഴും നല്ല ഫണ്ണായിട്ടൊക്കെ നിൽക്കുമെങ്കിലും പുള്ളിക്കാരന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് പ്രവർത്തിക്കുമെന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, കാരണം വളരെ നല്ലൊരു മത്സരാർത്ഥിയാണ്. ടോപ്പ് 5 വരാനായിട്ട് നല്ല വിശ്വാസ്യതയുള്ള, നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നൊരു മത്സരാർത്ഥിയാണ്. കാരണം അത്രയും നല്ലൊരു മത്സരാർത്ഥിയാണ്. അവിടെ ഉള്ളതിൽ വെച്ചിട്ട് അനീഷ്, അതുപോലെ തന്നെ ഷാനവാസ്, അനുമോള്, അങ്ങനെ കുറച്ച് പേര്, അക്ബർ, ഇവരൊക്കെയാണ് ശരിക്കും. നൂറയാണെങ്കിലും ആദില വരാനുള്ള ഒരു ഇതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലേക്ക് അതിനുള്ള ഒരു യോഗ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ നൂറ അടിപൊളി ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നല്ലല്ലോ, 2ആയിട്ടല്ലേ മത്സരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ടോപ്പ് 5 വരാനായിട്ടുള്ള എല്ലാവിധ ക്വാളിറ്റിയുള്ള മത്സരാർത്ഥികളാണ്. അഭിലാഷ്, അപ്പോൾ എന്തായാലും ഷാനവാസ് എടുത്തുചാട്ടമൊന്നും കാണിക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും. പിന്നീട് ഇപ്പോഴത്തെ സീസണെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇപ്പോഴത്തെ സീസണിലെ കുത്സിതങ്ങൾ കൂടുതലായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ മോശമാണ്, വളരെ മോശപ്പെട്ട കുറേ മത്സരാർത്ഥികൾ. അവരെയൊക്കെ, അതായത് ആര്യൻ, ജിസേൽ, ഇവരൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന്? അതിലേക്കൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ദയവ് ചെയ്ത് അൺസബ് ചെയ്തതിന് ശേഷം വീണ്ടും സബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കിയിട്ടേക്കുക. കാരണം അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. ആ ഒരു പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അൺസബ് ചെയ്തിട്ട് പിന്നെ ഒന്നേന്നും പറഞ്ഞ് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും